योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. ആചാര്യസ്വാമികൾ ശങ്കരാചാര്യസ്വാമികളുടെ പ്രാതസ്മരണ സ്തോത്രമാണ് നമുക്കൊരു ആലംബമായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ പ്രാതസ്മരണം എന്ന് പറയുമ്പോൾ തന്നെ രാവിലെ രാവിലെ സ്മരണം എന്ന് വെച്ചാൽ ഓർക്കുക. എഴുന്നേൽക്കുന്ന സമയം, ഉറങ്ങുന്ന സമയം, ഉറക്കത്തിനിടയിൽ എഴുന്നേറ്റാൽ ആ സമയം, ഇതൊക്കെ വളരെ വളരെ പ്രധാനമായ സന്ധികാലങ്ങളാണെന്ന്. സന്ധി എന്ന് വെച്ചാൽ കൂടിച്ചേരുക, കൺജങ്ഷൻ. എഴുന്നേൽക്കുമ്പോൾ ഭദ്രമായ മംഗളമായതിനെ ധ്യാനിച്ചുകൊണ്ട് എഴുന്നേൽക്കണം. ഉറങ്ങുമ്പോൾ ഭദ്രമായതിനെ ധ്യാനിച്ചുകൊണ്ട് ഉറങ്ങണം. അനുസ്യൂതം ഭദ്രമായിട്ട് ഇരിക്കണം. സർവതോ ഭദ്രം ആശ്രയം ഭദ്രം ക്ഷത. ഭദ്രം എന്ന് വെച്ചാൽ മംഗളം എന്നർത്ഥം. മംഗളമായിട്ട് ഒന്നേ ഉള്ളൂ, ഭഗവാൻ. ഭഗവാന് പേരാണ് മംഗളം. ശിവൻ എന്ന് വെച്ചാൽ മംഗളസ്വരൂപൻ എന്നർത്ഥം. ശിവം എന്ന് വെച്ചാൽ ഓസ്പീഷ്യസ്നെസ്, മംഗളം, കേടുകൂടാത്തത്, പൂർണ്ണം, ശാന്തി എന്നർത്ഥം. അപ്പോ മംഗളം എന്നുള്ള പദം ഭഗവാൻ മാത്രമേ ചേരുള്ളൂ, ലോകത്തിലുള്ള ഒരു പദാർത്ഥത്തിനും ചേരില്ല. ലോകത്തിന് തന്നെ ചേരില്ല. മംഗളമായിട്ടുള്ളത് ആത്മാവ് മാത്രമേ ഉള്ളൂ. ശരീരമോ പ്രപഞ്ചമോ മംഗളമല്ല. അതൊക്കെ ഉപയോഗിക്കാം, നമ്മളുടെ മുമ്പിലുണ്ട്. പക്ഷേ ആശ്രയയോഗ്യമായിട്ടുള്ളതിനെയാണ് മംഗളം എന്ന് പറയുന്നത്. ആശ്രയം എന്ന് വെച്ചാൽ വീഴാത്തൊരു വസ്തുവിൽ വേണമല്ലോ ഇരിക്കാൻ. അത് തന്നെ വീഴുമെങ്കിൽ അതിന് മേലെ കയറിയിരുന്നാൽ ഞാനും വീഴും, അല്ലേ? അപ്പൊ ഇത് വീഴില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇതിനെ ആശ്രയിച്ച് ഇതിന്റെ മേലെ കയറിയിരിക്കുന്നത്. അതുപോലെ ജീവിതത്തിൽ ആശ്രയയോഗ്യമായ ഒന്ന്, ആസ്പദം, അങ്ങനെ വല്ലതും ഉണ്ടോ അതിനെയാണ് മംഗളം എന്ന് പറയുന്നത്. വെച്ചാൽ അതിന് കേടില്ലെങ്കിൽ എനിക്കതിനെ ആശ്രയിക്കാം, അതിന് പൂർണ്ണത്വമുണ്ടെങ്കിൽ അതിനെ ആശ്രയിക്കാം. അതിനെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അതിനെയാണല്ലോ സ്മരിക്കേണ്ടത്. അങ്ങനെ കേടുകൂടാത്തത്, സത്യം എന്ന് വെച്ചാൽ തന്നെ കേടുകൂടാത്തത് എന്നാണ് അർത്ഥം. പരിണാമമില്ലാത്തത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്ന പരിണമത്തെ, എന്താണോ പരിണമിക്കാത്തത് അങ്ങനെ വല്ലതും ഉണ്ടോ? സത്
നമ്മളുടെ അനുഭവത്തിൽ തന്നെ ഉണ്ട്. അനുഭവം തന്നെ അതിന്റെ സ്വരൂപമാണ്. പ്രപഞ്ചം മുഴുവൻ പരിണമിക്കുമ്പോഴും ശരീരം പരിണമിച്ചുകൊണ്ടേയിരിക്കുമ്പോഴും ജാഗ്രത, സ്വപ്നം, സുഷുപ്തി ഒക്കെ മാറുമ്പോഴും ഇതിനെയൊക്കെ അറിയുന്നവനായ ചിത്, ഞാൻ അപരിണാമിയായിട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളുടെ അനുഭവപൂർണമായ അറിവാണ്. നമുക്ക് പ്രസിദ്ധം എന്നാണ്. നിഗമവചന സിദ്ധം നിത്യം അസ്മത് പ്രസിദ്ധം. വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യര് സമാധിയെ വർണ്ണിക്കുന്ന 3 ശ്ലോകങ്ങളുണ്ട്. ഈ ശ്ലോകങ്ങളൊക്കെ നിങ്ങൾ അർത്ഥം മനസ്സിലായിട്ടില്ലെങ്കിലും ഒന്ന് ബൈഹാർട്ട് പഠിച്ചാൽ കുറേ അതിനൊരു സുഖം കിട്ടും. കിമപി സതതബോധം കേവലാനന്ദരൂപം നിരുപമമതിവേലം നിത്യമുക്തം നിരീഹം നിരവധി ഗഗനാഭം നിഷ്കലം നിർവികൽപ്പം ഹൃദി കലയതി വിദ്വാൻ ബ്രഹ്മപൂർണം സമാധൗ പ്രകൃതി വികൃതിഭിന്നം ഭാവനാതീതഭാവം സമരസം അസമാനം മാനസംബന്ധധൂരം നിഗമവചന സിദ്ധം നിത്യമസ്മത് പ്രസിദ്ധം ഹൃദി കലയതി വിദ്വാൻ ബ്രഹ്മപൂർണം സമാധൗ അജരം അമരമസ്താഭാവവസ്തുസ്വരൂപം സ്ഥിമിത സലിലരാശി പ്രഖ്യമാഖ്യാവിഹീനം ശമിത ഗുണവികാരം ശാശ്വതം ശാന്തമേകം ഹൃദി കലയതി വിദ്വാൻ ബ്രഹ്മപൂർണം സമാധൗ. ശ്ലോകം കേട്ടത്തിന് എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിലും ഉള്ളിലൊരു ഒരു ഒരു ടേസ്റ്റ് ഓഫ് ദ റിയൽ കുറച്ച് അച്യുതാനുഭവം വരും. നിഗമവചന സിദ്ധം, വേദങ്ങൾ മുഴുവൻ ഏതൊന്നിനെ ഘോഷിക്കുന്നുവോ നിത്യമായ വസ്തു, പരിണാമമില്ലാത്തത്, നമുക്ക് ആനന്ദത്തിനെ തരുന്നത്, പൂർണ്ണം എന്നൊക്കെ പറയണു, അത് അസ്മത് പ്രസിദ്ധം എന്നാണ്. രണ്ടർത്ഥത്തിലാണ് ഈ അസ്മത് പ്രസിദ്ധം എന്ന് വെച്ചാൽ നമുക്കൊക്കെ അനുഭവത്തിലുള്ളത് ഒരർത്ഥം, മറ്റൊന്ന് അസ്മത് ശബ്ദരൂപേണ പ്രസിദ്ധം. അഹം അഹം എന്ന അനുഭവരൂപത്തിൽ തന്നെ അത് സിദ്ധമാണ്. നിത്യം അസ്മത് പ്രസിദ്ധം. നിഗമവചന സിദ്ധം നിത്യം അസ്മത് പ്രസിദ്ധം. വേദത്തിന്റെ വാക്കുകൊണ്ട് സിദ്ധമാണ്. പ്രൂഫ് എന്താ? വേദമാണ്. വേദം എന്താ? പൂർവ്വ ഋഷികളുടെ ഒക്കെ അനുഭവമാണ്. അത് പ്രൂഫാണ്. ശരി, ആ പ്രൂഫിന് ഡെമോൺസ്ട്രേഷൻ നമ്മളുടെ ഉള്ളിൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നിത്യം അസ്മത് പ്രസിദ്ധം. ഇപ്പോ അനട്ടോമി പഠിച്ചാല് ഹാർട്ട്, ലിവർ, ഓരോ ഓർഗൻസ് ഒക്കെ അതില് പുസ്തകത്തിൽ കണ്ടു. അതിന്റെ പ്രൂഫ് എവിടെയാ? പുസ്തകത്തിൽ പ്രൂഫ് കണ്ടാലും അതിന്റെ റിയൽ പ്രൂഫ് നമ്മളുടെ ശരീരത്തിനുള്ളിൽ തുറന്നാൽ കിട്ടണില്ലേ? അതുപോലെ വേദം പറയണു സത്യം ജ്ഞാനം അനന്തം. എപ്പോഴും സിദ്ധമായിട്ടുള്ളത് സത്യം, എല്ലാത്തിനെയും അറിയുന്ന അറിവ് രൂപമായിട്ടുള്ള ബോധത്തിന് ജ്ഞാനം, അത് ആനന്ദസ്വരൂപമാണ്. അതെങ്ങനെ വേദം പറയണത് എടുത്താൽ മതിയോ എന്ന് വെച്ചാൽ നിത്യം അസ്മത് പ്രസിദ്ധം. നമ്മളുടെ അനുഭവമണ്ഡലത്തിൽ അത് സിദ്ധമാണ്. അതിനെയാണ് ധ്യാനിക്കേണ്ടത്. അതിനെ അനുസ്യൂതം ധ്യാനിക്കണം. ആത്മാവിനെ അനുസ്യൂതം ധ്യാനിക്കണം. അരേ അയം ആത്മാ ദ്രഷ്ടവ്യ. യാജ്ഞവൽക്യൻ പറഞ്ഞു,
ഡോ മൈത്രേയി, ഈ ആത്മാവിനെ അറിയണം, കാണണം. ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ. എങ്ങനെ കാണും? ആദ്യം അതിനെ കണ്ടവരിൽ നിന്നും കേൾക്കണം, അറിഞ്ഞവനിൽ നിന്നും അതിനെ കേൾക്കണം, മനനം ചെയ്യണം, നിധിധ്യാസനം ചെയ്യണം. ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ. അത് തന്നെ ഭഗവാന്റെ സ്വരൂപം, മംഗളമായ വസ്തു. ശിവദം, ഭാഗവതം തുടങ്ങുമ്പോ ശിവദം എന്ന് പറഞ്ഞു. ശിവം എന്ന് വെച്ചാൽ മംഗളം. ശിവത്തിനെ തരുണത് ശിവദം. എന്ത് ശിവത്തിനെയാണ് തരുണത്? താപത്രയ ഉന്മൂലനം. താപത്രയ ഉന്മൂലനം. ബാഹ്യലോകത്തു നിന്നുള്ള താപമോ, ശരീരത്തു നിന്നുള്ള താപമോ, മനസ്സെന്നുള്ള താപമോ, അഥവാ സ്ഥൂല ശരീരത്തിന്റെ താപം, സൂക്ഷ്മ ശരീരം, മനസ്സിന്റെ താപം അല്ലെ? ശരീരം ബാഹ്യമായ ശരീരത്തിന് പെയിൻ, മനസ്സിന് സഫറിങ്. ചിലർക്ക് ഉള്ളിലാണ് തീ, മാവ് ഒഴിച്ചാൽ ഇഡ്ഡലി ആയിട്ട് വരും, അത്ര താപമുള്ളവരുണ്ട്. അതിന്റെ ഡെപ്തില് അഭിമാനം എന്ന് പറയുന്ന, അജ്ഞാനം എന്ന് പറയുന്ന ഏറ്റവും വലിയ സഫറിങ്, ഗ്രേറ്റസ്റ്റ് ഫ്രസ്ട്രേഷൻ, സെന്റർ ഓഫ് ഫ്രസ്ട്രേഷൻ, സഫറിങ് അജ്ഞാനമാണ്. അതുള്ളവരെ ചക്രവർത്തിയും ദുഃഖിക്കും, ഭിക്ഷുവും ദുഃഖിക്കും. എല്ലാവർക്കും ദുഃഖം ഒരേപോലെ. അജ്ഞാനമാണ് ദുഃഖത്തിന് കാരണം. അജ്ഞാനം ഒരു താപാണ്. അജ്ഞാനത്തിന്റെ സന്തതിയായ മനസ്സൊരു താപാണ്. മനസ്സിന്റെ സ്ഥൂലരൂപമായ ശരീരം ഒരു താപമാണ്. ഇതിന്റെ മൂലമായ അധിഷ്ഠാനമായ ആത്മാവിനെ, ബോധത്തിനെ കണ്ടവന് ആശ്ചര്യം. ഈ മൂന്നും അതിൽ വെറും ആരോപണം മാത്രമാണ്, അതിലെ ഒരു മാനിഫെസ്റ്റേഷൻ മാത്രമാണ് ഇതൊക്കെ. അത് ആ അധിഷ്ഠാനം മാത്രമാണ് സത്യം എന്നുള്ള അനുഭവം ഉണ്ടാവുമ്പോ താപത്രയ ഉന്മൂലനം. പ്രോബ്ലംസ് ഒന്നും, you are not solving problems, you are dissolving problems. പ്രോബ്ലംസ് ഒക്കെ ഇവിടെ ഉണ്ടാവും, സിനിമ പോലെ ഉണ്ടാവും, പക്ഷെ സ്ക്രീനിൽ ഒന്നും ബാധിക്കണില്ലല്ലോ. ആ സ്ക്രീനിനെ അറിഞ്ഞാൽ അതിൽ ഈ സിനിമയിലുള്ള ഒരു കഥാപാത്രങ്ങളും അതിലില്ലെന്നും, സിനിമയിലുള്ള ട്രാജഡിയോ കോമഡിയോ ക്ലൈമാക്സോ ഒന്നുമില്ല എന്നും അറിയണ പോലെ ഉള്ളിലൊരു സെന്റർ ഉണ്ട്. അതിനെ തൊട്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പൂർണ്ണമാവുള്ളൂ. അതുവരെ അധ്യാത്മം എന്ന് പറഞ്ഞ് നമ്മൾ പലതും പഠിക്കുന്നുണ്ടല്ലോ അല്ലെ? അതൊക്കെ തന്നെ കരയിൽ നീന്താൻ പഠിക്കണ പോലെ മാത്രമാണ്. കരയിൽ നീന്താൻ പഠിക്കാൻ പറ്റുമോ? നിലത്തിൽ നീന്താൻ പഠിക്കണ പോലെയാണ് നമ്മളുടെ പുസ്തകത്തിൽ നിന്ന് പഠിക്കലും, നമ്മളുടെ യോഗ പ്രാക്ടീസ്, നമ്മളുടെ മെഡിറ്റേഷൻ, നമ്മളുടെ എന്തൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഇതൊക്കെ കരയിൽ നീന്താൻ പഠിക്കണ പോലെയാണ്. നിങ്ങളൊക്കെ ചെയ്തോളൂ, കാര്യം വരുമ്പോ മുങ്ങിപ്പോകും അല്ലേ? കരയിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് നീന്താൻ പഠിച്ചു, കരയില് സ്വിമ്മിംഗ് കോഴ്സ് നടത്തി, സ്വിമ്മിംഗ് PhD എടുത്തു, എന്നിട്ട് വെള്ളത്തിൽ ചാടിയാൽ പൊങ്ങിക്കിടക്കുവോ? ഇതുവരെ ചാടിയിട്ടില്ല വെള്ളത്തില് അല്ലെ? അപ്പൊ ചാടുമ്പോഴാണ് അറിയുക ഇത്രയും നേരം എടുത്തതൊന്നും കാര്യമില്ല എന്ന്. നീന്തല് വെള്ളത്തിൽ ചാടി തന്നെ പഠിക്കണം. അതാണ് രാമകൃഷ്ണ പരമഹംസർ പറയാ, ഇവരിങ്ങനെ കരയ്ക്കിരുന്ന് ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുമെന്ന്, ഇറങ്ങി മുങ്ങുകയേ ഇല്ല എന്നാണ്. എവിടെയാ ഇറങ്ങി മുങ്ങേണ്ടത്? ഇവിടെ തന്നെ ഉള്ളിൽ ഇറങ്ങി മുങ്ങണം. ഇതൊന്നും കാര്യമില്ല.
ബാഹ്യമായ സത്സംഗം അതിനൊരു പുഷാണ്. നമ്മൾക്ക് വേണം, നിങ്ങൾക്ക് വേണം നിങ്ങളുടെ ഉള്ളില് ഈ റെക്കഗ്നിഷൻ വരാൻ. ആ റെക്കഗ്നിഷൻ വരാത്തിടത്തോളം കാലം നിങ്ങൾ നല്ല ആളുകളാണെങ്കിലും ദുഃഖിക്കും, ചീത്ത ആളുകളാണെങ്കിലും ദുഃഖിക്കും, നല്ല ആളുകളാണെങ്കിൽ കുറച്ച് കൂടുതൽ ദുഃഖിക്കും. എന്നാൽ നമ്മൾ ചീത്തയാളാവാന്ന് വെച്ചാൽ അതിന് നമുക്ക് സ്വാതന്ത്ര്യമൊന്നുമില്ല. ചീത്തയാളാവാൻ ഇത്തിരി ധൈര്യമൊക്കെ വേണം. ബോംബ് വയ്ക്കാനും കുത്താനും കൊല്ലാനും ഒക്കെ നമുക്ക് പറ്റുമോ? അപ്പോഴും വിഷമമുണ്ടാവും. നന്മയോ തിന്മയുടെയോ കുറവോ കൂടുതലോ അല്ല, അജ്ഞാനമാണ് ദുഃഖത്തിന് മൂലകാരണം. അതിന് ഒരേ ഒരു ആന്റിഡോട്ട്, മരുന്നേ ഉള്ളൂ, ആത്മജ്ഞാനം. ആത്മാവിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഓടോ മൈത്രേയി എന്ന് പറഞ്ഞ യാജ്ഞവൽക്യൻ പ്രിയമായിട്ട് വിളിച്ചു പറഞ്ഞു, അരേ മൈത്രേയി ആത്മാ ദ്രഷ്ടവ്യ. അനുസ്യൂതം അനുസന്ധാനം ചെയ്യാത്തതിന്റെ കുറവ് കൊണ്ടാണ് നമുക്ക് കേട്ടൊക്കെ മനസ്സിലായാലും. പലരും പറയണു കൺവിക്ഷൻ ഉണ്ട്, നല്ലവണ്ണം മനസ്സിലാവണുണ്ട്, പക്ഷേ അതിൽ നിൽക്കാൻ പറ്റണില്ല. എന്താ കുറവ്? നിധിധ്യാസനം വേണമെന്നാണ്. നിധിധ്യാസനം എന്തൊക്കെ വിഘ്നമുണ്ടോ വിഘ്നമൊക്കെ നീക്കണം. നീന്താൻ പഠിക്കണ പോലെ തന്നെ നീന്തൽ ട്രയൽ ചെയ്തുകൊണ്ടേയിരിക്കണു, എപ്പോഴും ഒരിക്കൽ സക്സസ്ഫുൾ ആവും. അതുപോലെ ഇത് പുറമേ നിന്ന് കേൾക്കണത് പോരാ, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഉള്ളില് ഇറങ്ങി മുങ്ങണം. നമുക്ക് ആവുന്ന വിധത്തില് ഭഗവത് ധ്യാനം ചെയ്ത് ശീലിക്കണം. മനോമണ്ഡലത്തിൽ നിന്നും പതുക്കെ പതുക്കെ ഹൃദയമണ്ഡലത്തിലേക്ക് പോകണം. ഹൃദയം എന്നൊരു സെന്റർ അനുഭവശാലികളായ ജ്ഞാനികളൊക്കെ പറയുന്നുണ്ട് അല്ലെ? ഭാഗവതം തുടങ്ങുമ്പോ തന്നെ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ. നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു സീക്രട്ട് സെന്റർ ഉണ്ട് എന്നാണ്. അത് തുറന്നു കഴിഞ്ഞാൽ ഒരു പുഷ്പം വിരിയുന്ന പോലെ അത് വിരിഞ്ഞാൽ നമ്മള് മനോമണ്ഡലത്തിനെ കടന്നിരിക്കണം. അനുഭൂതിയുടെ മണ്ഡലത്തിലേക്ക് കാലുവെച്ചിരിക്കണു എന്ന് പറയാം എന്നൊക്കെയാണ് യോഗികളൊക്കെ പറയണത്. ആ ഒരു ഫ്ലവറിങ്, ഞാനിപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അത് വളരെ കാവ്യാത്മകമായിട്ട് ഭാവന ചെയ്യും. അതുകൊണ്ടാണ് ഇതൊന്നും പറയാതിരിക്കുന്നത്. ആ ഭാവന തന്നെ നിങ്ങൾക്കൊരു ഹൃദയഗ്രന്ഥിയായിട്ട് മാറും. പക്ഷേ നമ്മൾ അനുഭവത്തിൽ വരുമ്പോ അറിയാം, മനസ്സല്ലാത്ത ഒരു മണ്ഡലം, ബുദ്ധിയോ മനസ്സോ ഇന്ദ്രിയങ്ങളോ അല്ലാത്തതും ശരീരത്തിൽ സെന്റേർഡ് അല്ലാത്തതായ ഒരു സെന്റർ. അങ്ങനെയൊക്കെ പറയുമ്പോ തന്നെ നിങ്ങൾക്ക് അതിന്റെ അനുഭവം വരേണ്ടതാണ്. നിങ്ങൾ ഇമോഷണലായിട്ട് ഇതിനെ റിസീവ് ചെയ്താൽ ഒന്നും ഉണ്ടാവില്ല. ശരീരമോ മനസ്സോ ഇന്ദ്രിയങ്ങളോ ബുദ്ധിയോ നമ്മളുടെ ജീവാഹന്ത അഭിമാനമോ ഒന്നുമല്ലാത്ത ഒരു മണ്ഡലം. അത് ആവരണം നീങ്ങി തുറക്കപ്പെടുമ്പോഴാണ് നമ്മള് കാണണത് ഈ ശരീരം ദിവ്യമാണ്, ഇതിനകത്ത് ഒരു ദിവ്യമായ ഒരു മണ്ഡലമുണ്ട്. സാധാരണ അതിന് നമ്മുടെ മഹർഷി ഒരു സ്ഥാനം കാണിച്ച് പറയും. നാഭിക്ക് മുകളില് നടുവിൽ നിന്നും 2 അങ്കുലം തള്ളി വലതുവശത്ത്, അതായത് നമ്മൾ ജനറൽ സിമ്പിൾ ഇൻറ്റ്യൂഷൻ എന്താന്ന് വെച്ചാൽ നമ്മളെ കുറിച്ച് പറയുമ്പോ ഇങ്ങനെ പറയണില്ലേ അല്ലേ? എല്ലാരും അവനവനെ കുറിച്ച് പറയുമ്പോ ഒരാളും ഇങ്ങനെ തലയിൽ തൊടണില്ല,
കാലിൽ തൊടണില്ല, വയറിൽ തൊടണില്ല. ലോകത്തിൽ എവിടെ പോയാലും സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് അങ്ങനെ. ആ സ്ഥാനത്തില് നമ്മൾ എന്ത് മൂർത്തിയെ ധ്യാനിക്കണോ, എന്ത് ചെയ്യണോ അത് അവിടെ വെച്ചുകൊണ്ട് ധ്യാനിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ ഹൃദയ കേന്ദ്രത്തിനെ കാണാൻ അലേർട്ട്നെസ് ഉണ്ടാവും. ഇതൊരു ഫിസിക്കൽ ഹെൽപ്പാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ യുക്തി വിചാരം ചെയ്യാതെ സ്വീകരിക്കുമെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് പ്രയോജനപ്പെടുള്ളൂ. ആത്മവിചാരം ചെയ്യുമ്പോഴും ഈ സെന്റർ ശ്രീചക്ര സ്ഥാനം എന്ന് ശരീരത്തിൽ പറയുന്നത് അതാണ്. ബൈന്ദവാസനായൈ നമഃ, ബിന്ദുമണ്ഡലരൂപിണ്യൈ നമഃ, ശ്രീചക്രരാജനിലയായൈ നമഃ എന്നൊക്കെ പറഞ്ഞാൽ മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള ചക്രമൊക്കെ പറഞ്ഞ് ലളിതാ സഹസ്രനാമത്തിലുണ്ട്, നിങ്ങൾക്ക് കാണാം. ഈ ശ്രീചക്രസ്ഥാനം വേറെയാണ്. അത് അറിയേണ്ടതൊക്കെ അറിഞ്ഞു കഴിഞ്ഞ ആൾക്ക് മനസ്സെന്ന് പറയുന്ന ശക്തി കൃതകൃത്യമായിട്ട് തീരുകയാണ്. മനസ്സിന് സാധാരണ കൃത്യം എന്താ? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, അല്ലേ? അതൊക്കെ തീർത്ത് ശുദ്ധമായി അത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളതിനെയൊക്കെ തീർത്തു, കരിഷ്മാറ്റിക് ആയിട്ടുള്ളതിനെയൊക്കെ തീർത്തു, സ്പിരിച്വൽ ആയിട്ടുള്ളതിനെയൊക്കെ തീർത്തു. എല്ലാം തീർത്ത് കഴിഞ്ഞ് പരിച്ഛേദം, ലിമിറ്റേഷനെ എടുത്തു. ലിമിറ്റേഷനെ എടുത്ത് അഖണ്ഡാകാരമായി തീർന്ന് ഒരു കേന്ദ്രത്തിനെ ആശ്രയിച്ചുകൊണ്ട് അത് വന്ന് ഇരിക്കുകയാണ്. ആ ഇരിക്കുന്നതിനെയാണ് നമ്മള് ഹൃദയം എന്ന് പറയണത്. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലാവില്ല. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്റെ കുഴപ്പമല്ല. ഈ പറയണ കാര്യം മനസ്സിലാവാനുള്ള കാര്യമല്ല, നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ എൻജോയ്മെന്റിന് വേണ്ടി മാത്രം പറയണതാണ് ഞങ്ങൾ. നിങ്ങൾ മനസ്സിലാക്കണ്ട, മനസ്സിലാക്കിയാൽ നിങ്ങൾ അത്യധികം കുഴപ്പമുണ്ടാക്കും. ഇത് അമേരിക്കയിൽ പോയിട്ട് വന്നിട്ടുള്ള ആള് അല്ലെങ്കിൽ ഹിമാലയത്തിൽ പോയിട്ട് വന്നിട്ടുള്ള ആള് ഹിമാലയത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേട്ട് രസിക്കില്ലേ, അല്ലേ? അതുപോലെ രസിച്ചാൽ മാത്രം മതി. ഇതൊന്നും കണ്ടുപിടിക്കാൻ നിങ്ങൾ പുറപ്പെടേണ്ട, കുഴപ്പമാവും. ഇതൊക്കെ നിങ്ങൾക്ക് അനാവൃതമാവുമ്പോൾ നിങ്ങൾ കാണും. എന്തിനാ ഇതൊക്കെ പറയണതെന്ന് വെച്ചാൽ നമുക്കൊരു ഗോഡിങ് ഫോഴ്സ് ആണ്, അത്രയേ ഉള്ളൂ. നമുക്ക് എന്തോ ഒരു ഫോഴ്സ്, ഈ പോണ മാർഗം ശൂന്യമല്ല എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതൊക്കെ പറയണത്. നമ്മൾ അറിഞ്ഞിട്ടുള്ളത് കടലിന്റെ പുറത്തുള്ള ഐസ്ബർഗ് മാത്രമാണ്. അതിന്റെ ചുവട്ടിൽ ഒരു എവറസ്റ്റ് ഉണ്ടാവും, പുറത്ത് ചെറുതായിട്ട് കാണും കടൽ, അല്ലേ? അതുമാതിരിയാണ് നമ്മളുടെ ശരീരം, നമ്മളുടെ മൈൻഡ്, സെൻസസ് ഒക്കെ സർഫസിൽ കാണുന്ന ഒരു ചെറിയ ഐസ്ബർഗ് മാത്രമാണ്. അതിന്റെ ഉള്ളിൽ അനന്തതയുണ്ട്, പൂർണ്ണത്വമുണ്ട്. അത് അനാവൃതമായിക്കൊണ്ടേയിരിക്കും. ദർ ഇസ് നോ എൻഡ്. അതാണ് അനന്തം എന്നുള്ളത് ആത്മാവിന്റെ വിശേഷണമാണ്. അനന്തം എന്നുള്ളത് നമ്മളുടെ അകത്തുള്ള സത്തയുടെ സ്വസ്വരൂപത്തിന്റെ വിശേഷണമാണ്. ആ അനന്തത്തിനെ ധ്യാനിക്കണം. ധ്യാനിക്കാൻ ഒരു സെന്റർ പറഞ്ഞു, ഹൃദയം എന്ന് പറഞ്ഞു. ഹൃദി, അയം ആത്മാ ഹൃദി തേന ഹൃദയം. ഉപനിഷത്ത് വ്യുത്പത്തി കൊടുക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോ ശരീരത്തിൽ ആക്ഷൻ, കർമ്മം, ക്രിയകൾ, അല്ലേ? ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടേയിരിക്കണം. മനസ്സിലോ തോട്ട്സ്, ചിത്തവൃത്തികളാണ്. അതേപോലെ ഈ ആത്മാവിനെ എവിടെ അനുഭവിക്കാമെന്ന് ചോദിച്ചപ്പോൾ ശ്രുതി ഒരു സ്ഥാനം കാണിച്ചു, ഹൃദി.
ഹൃത്തിൽ. അതുകൊണ്ട് തന്നെ അതിനെ ഹൃദയം എന്ന് പറയണമെന്ന്. തേനേ ബ്രഹ്മ ഹൃദായ ആദി കവയേ മുഹ്യന്തിയത് സൂരയ. ഇപ്പോ ഈ മൈക്ക് ഇവിടുന്ന് ഈ പൊസിഷൻ നീക്കണമെങ്കിൽ എന്റെ കൈയുടെ ബലം വേണം, അല്ലെ ഒരു ഫിസിക്കൽ ഫോഴ്സ് വേണം. ഇതിപ്പോ എടുത്തിവിടുന്ന് മാറ്റണമെങ്കിൽ ഒരു ഫിസിക്കൽ ഫോഴ്സ് വേണം. അതേപോലെ മെന്റലി ഇഫ് ഐ ഹാവ് ടു കൺവേ സംതിങ്, ഒരു മെന്റൽ ഫോഴ്സ് വേണം. ദേഷ്യപ്പെടുക, കുട്ടി പറഞ്ഞാൽ കേൾക്കണില്ലെങ്കിൽ ദേഷ്യപ്പെട്ട് ബലമായിട്ട് അങ്ങോട്ട് നിലവിളിച്ചു, കുട്ടി അങ്ങോട്ട് പേടിച്ചു. അപ്പൊ എന്താ ഉപയോഗിച്ചത്? മനസ്സിന്റെ ഒരു ഇമോഷൻ ഉപയോഗിച്ചു. അതേപോലെ തന്നെ ബഹിർമുഖമായി മാറ്ററിൽ പെട്ടുകിടക്കുന്ന നമ്മളുടെ മനസ്സ്, ടൈം സ്പേസ് കോസഷനിൽ പെട്ടുകിടക്കുന്ന നമ്മളുടെ മനസ്സ്, ദേശ കാല നിമിത്തങ്ങളിൽ പെട്ടുകിടക്കുന്ന നമ്മളുടെ മനസ്സ്, ജന്മ മൃത്യു ജരാവ്യാധിയിൽ പെട്ടുകിടക്കുന്ന നമ്മളുടെ അവയർനെസ് മനസ്സ്, ഇതിന് അപ്പുറമുള്ള അനന്തതയിലേക്ക് തള്ളണമെങ്കിൽ ഒരു ഫോഴ്സ് വേണം, ഒരു എനർജി വേണം, ഒരു ശക്തി വേണം. ആ ശക്തിയാണ് ഭക്തന്മാര് കൃപ, ഭഗവാന്റെ കൃപ, ഗുരുകൃപ, ആത്മകൃപ എന്ന് പറയണത്. ആ ശക്തിയാണ് ജ്ഞാനികളുടെ സന്നിധിയിൽ സഹജമായിട്ട് നിൽക്കുന്നത്. ആ ശക്തിയെ ചിലർക്കൊക്കെ ചിലപ്പോ അവരവരുടെ സംസ്കാരത്തിനനുസരിച്ച് രൂപത്തിലൊക്കെ ദർശനം കിട്ടും. രാമകൃഷ്ണ പരമഹംസരും രമണ മഹർഷിയുടെ അടുത്തും വളരെ പ്രബലമായിട്ട് ആ ശക്തിയെ സ്ഥൂലമായി തന്നെ ആളുകൾ അനുഭവിച്ചു. അതിൽ രാമകൃഷ്ണദേവൻ അദ്ദേഹം വളരെ വളരെ സഹജമായി ശിഷ്യന്മാരുടെ അടുത്ത് കൂടിക്കലർന്നിരുന്നുവല്ലോ. അദ്ദേഹത്തിന് ശിഷ്യന്മാരെന്നുള്ള ഭാവമൊന്നും ഉണ്ടായിരുന്നില്ല. ഫ്രണ്ട്സ് പോലെ, കുട്ടികളുടെ അടുത്ത് കളിക്കണ പോലെ അവരുടെ കൂടെയൊക്കെ കളിച്ച് അവർക്കും അദ്ദേഹത്തിന്റെ അടുത്ത് തിരിച്ച് അത്രയധികം അടുപ്പായിരുന്നു. ഗുരുഭാവമൊക്കെ പിന്നീടാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ സമാധിക്ക് ശേഷമാണെന്ന് വേണം പറയാം. എന്തോ ഒരു ആകർഷണമാണ്, ഒരു മീനിങ്ലെസ് ആയിട്ട് അവർക്ക് തന്നെ ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റാത്ത ആകർഷണമാണ്. അപ്പൊ രാമകൃഷ്ണദേവന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രധാന ശിഷ്യന്മാരിൽ ഒരാളാണ് സ്വാമി ബ്രഹ്മാനന്ദ. ബ്രഹ്മാനന്ദ സ്വാമി പിന്നീട് പറയേണ്ട, അദ്ദേഹത്തിന് രാഖാൽ എന്നായിരുന്നു പേര്. ഒരു ദിവസം രാമകൃഷ്ണ പരമഹംസര് ഉച്ചസമയത്ത് ഇങ്ങനെ കിടക്കുകയാണ്. രാഖാൽ ഇവിടെ വരൂ. ഈ ബ്രഹ്മാനന്ദ സ്വാമി പിന്നീട് പറയാണ്, ഞാൻ എന്തൊരു വിഡ്ഢിയാണ്, അദ്ദേഹത്തിന് സർവ്വസാധാരണമായിട്ട് കരുതി, സർവസാധാരണമായ അവജ്ഞയോടുകൂടെയൊക്കെ സംസാരിച്ചു. അങ്ങനെ പറയുമ്പോഴാണ് അദ്ദേഹം പറയണത്, ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, രാഖാൽ ഇവിടെ വരൂ, എന്റെ കാലൊന്ന് പിടിച്ചു തരൂന്ന്. കാല് വേദനിക്കണു, കാലൊന്ന് മസാജ് ചെയ്ത് തരൂ. രാഖാൽ കൂട്ടാക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയായിരുന്നു അവരുടെ റിലേഷൻഷിപ്പ് എന്നാണ്. അപ്പൊ ശിഷ്യന്മാരെന്നൊക്കെ പറഞ്ഞ ഉടനെ ഗുരുവിന് സേവ ചെയ്യാൻ എവിടെയെങ്കിലുമൊക്കെ ഭാഗ്യം കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ട് നടക്കുന്ന ആളുകളെന്നാണല്ലോ സാധാരണ നമ്മൾ കാണുന്നല്ലേ. രാഖാൽ കൂട്ടാക്കില്ല. അപ്പൊ രാമകൃഷ്ണ പരമഹംസർ പറയാണ്, ഡോ രാഖാൽ, സാധു സേവ ചെയ്യണത് നല്ലതാണ്. സാധു സേവ ചെയ്താൽ ഭഗവത് കൃപ ഉണ്ടാവും, അതുകൊണ്ട് എന്നെ കാല് പിടിച്ച് അത്രയ്ക്ക് അങ്ങോട്ട് പറയാണ്. അപ്പൊ രാഖാൽ പറയാണ്, എനിക്ക് തന്നെ എന്റെ കാലാരെങ്കിലും ഒന്ന് പിടിച്ചു തന്നാ വേണ്ടില്ല. എനിക്കിതിനൊന്നും വയ്യ, എനിക്ക് തന്നെ ഇപ്പൊ എന്റെ കാലാരെങ്കിലും ഒന്ന് മസാജ് ചെയ്ത് തന്നാ വേണ്ടില്ല എന്നുണ്ട്. നിങ്ങളുടെ കാല് പിടിക്കാന്ന് വയ്യാന്നർത്ഥം. ഇത് പറഞ്ഞിട്ട് ബ്രഹ്മാനന്ദ സ്വാമി പിന്നീട് പറയാണ്, അപ്പോ ഗുരുദേവൻ ഒന്നും പറഞ്ഞില്ല, ചിരിച്ചു. അത് കഴിഞ്ഞപ്പോ ഞാൻ കണ്ടു ജഗദംബ ദേവി ഒരു കൊച്ചുകുട്ടിയുടെ രൂപത്തിൽ അദ്ദേഹത്തിന്റെ കട്ടിലിങ്ങനെ പ്രദക്ഷിണം വെച്ച് കാലിൽ പാദസര ഇട്ടിങ്ങനെ അതിന്റെ ശബ്ദിച്ചുകൊണ്ട് പ്രദക്ഷിണം വെച്ച് ഓടുന്നതും അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതും ഞാൻ കണ്ടു. അതോടുകൂടെ എനിക്ക് മനസ്സിലായി ആ അംബിക എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. ആ ചിത്ശക്തി അവരവരുടെ ഭാവത്തിനനുസരിച്ച് ദർശനം കൊടുക്കുകയും. ഗോപസ്ത്രീകൾ പറയുന്നുണ്ട് ഭാഗവതത്തിൽ, ശ്രയത ഇന്ദിരാ ശശ്വതത്രഹി എന്നാണ്. കൃഷ്ണൻ അവിടെ ഉണ്ടോ അവിടെ ആ ശക്തി അവിടെയൊക്കെ അങ്ങനെ കളിച്ചുകൊണ്ട് നടക്കണമെന്നാണ്.
കൃഷ്ണൻ അവിടെ ഉള്ളപ്പോ ആ ശക്തി അവിടെയൊക്കെ അങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുന്നതാണ്. ശ്രയത ഇന്ദിരാ ശശ്വതത്രഹി. പിന്നാലെ സ്വാമി ബ്രഹ്മാനന്ദ സ്വാമി പറയണു, ആ പാദസരത്തിന്റെ ശബ്ദം പോലും എന്റെ ചെവിയിൽ ഇപ്പോഴും കേൾക്കണുണ്ട്. എന്നുവെച്ചാൽ അദ്ദേഹം കാളിയായിട്ട് ദേവിയായിട്ട് ഉപാസിച്ചത് കൊണ്ട് ദേവിയായിട്ട് തന്നെ ദർശനം കിട്ടി. അത്തരത്തിലൊരു ശക്തി, ഒരു ഫോഴ്സ് വിച്ച് ഈസ് ഹൈലി റീഫൈൻഡ് ഫോഴ്സ്. ഇപ്പൊ ഞാനൊരു സയൻസ് പറയണ പോലെ പറയണു, പക്ഷെ ഇത് വളരെ വളരെ സോളിഡ് റിയാലിറ്റിയാണത്. നമ്മൾ ശരീരത്തിന്റെ ശക്തിയെക്കാളും മനസ്സിന്റെ ശക്തിയെക്കാളും പ്രബലമായ ഒരു ശക്തി ഇല്ലെങ്കിൽ ശരീരത്തിനെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ നമ്മളെ കൊണ്ട് ജയിക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ? കാരണം അതിന്റെ ഉള്ളിലാണല്ലോ നമ്മൾ ഇരിക്കുന്നത്. അതിൽ നിന്ന് ഉപയോഗിക്കുന്ന ഒരു ഫോഴ്സിനെ വെച്ചുകൊണ്ട് അതിനെ എങ്ങനെ നിങ്ങൾ ട്രാൻസെൻഡ് ചെയ്യും? വെറുതെ ഞാൻ കടന്നു എന്നൊക്കെ അഭിമാനിക്കാമെന്നല്ലാതെ കടക്കാൻ എങ്ങനെ പറ്റും? ഒരിക്കലും സാധ്യമല്ല. അതിനേക്കാളും ഒരു ഡീപ്പർ ഫോഴ്സ്, അതിനേക്കാളും അപ്പുറമുള്ള ഒരു ശക്തി വന്ന് വലിച്ചാലല്ലാതെ ഇതിന്റെ പിടിയിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകാൻ പറ്റില്ല. ആ കൃപാശക്തി, ആത്മകൃപ, ആ കൃപാശക്തിക്ക് തന്നെയാണ് ഗുരു എന്ന് പേര്. അത് തന്നെ ആത്മാ, അത് തന്നെ ഭഗവാൻ. നിങ്ങൾ അതിനെ എന്തു പേര് പറഞ്ഞു വിളിച്ചോളൂ. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ. അതിന് സ്ത്രീ രൂപം കൊടുത്തോളൂ, പുരുഷരൂപം കൊടുത്തോളൂ, കൃഷ്ണൻ, രാമൻ, എന്ത് വേണമെങ്കിൽ വിളിച്ചോളൂ. അത് വളരെ പ്രബലമായ ഒരു ശക്തിയാണ്. നമുക്ക് സമയമാവുമ്പോ നമുക്ക് ജ്ഞാനത്തിനുള്ള വഴി തെളിച്ചു തരുന്നത് ആ ശക്തിയാണ്. നമ്മളെ ഗുരുവിനോട് സംബന്ധപ്പെടുത്തുന്നത് ആ ശക്തിയാണ്. നമുക്ക് അനുഭവം ഉണ്ടാക്കി തരുന്നതും നമുക്ക് അറിവുണ്ടാക്കി തരുന്നത് ആ ശക്തിയാണ്. പൂർണ്ണത ഉണ്ടാക്കി തരുന്നതും ഒക്കെ ശക്തിയാണ്. ആ ശക്തിക്ക് ഒരു സ്വഭാവമില്ല. അവരവരുടെ വാസനയ്ക്കും സ്വഭാവത്തിനും അനുസരിച്ച് അത് പല വിധത്തില് ദർശനങ്ങളോ അനുഭവങ്ങളോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. അത്തരത്തിലൊരു സൂക്ഷ്മശക്തിയുടെ ഉറവിടമാണ് ഹൃദയം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സെന്റർ നമ്മളുടെ അകത്തുണ്ട്. തൽക്കാലം ഇപ്പൊ അങ്ങനെ മനസ്സിലാക്കാം. അങ്ങനെ ഒരു സെന്റർ നമ്മളുടെ ഉള്ളില് ഉണ്ട്. വാസ്തവത്തിൽ ആ സെന്റർ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. നമുക്കത് അറിയുന്നില്ല, പക്ഷെ അനുഭവത്തിൽ അതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സത്സംഗത്തിൽ ഇരിക്കുന്നതും അതിനുവേണ്ടി മെനക്കെടുന്നതും ഒക്കെ. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ മനസ്സ് വന്ന് വീണ്ടും കവറിങ് നടത്തും. ഈ വൃന്ദാവനത്തിലൊരു അമ്പലമുണ്ട്, ബാങ്കെ ബിഹാരി. ഇടയ്ക്കിടയ്ക്ക് കർട്ടൻ ഇട്ടുകൊണ്ടേയിരിക്കും. ഭഗവാന്റെ മുമ്പിൽ കർട്ടനിടും തുറക്കും, കർട്ടനിടും തുറക്കും. അതുപോലെയാണ് നമ്മളുടെ ഉള്ളിൽ നടക്കണത്. ഒരു ക്ഷണത്തേക്ക് തുറന്നാൽ അപ്പൊ ഉള്ളില് ആ ഒരു ഹൃദയസ്ഥാനം അംഗീകരിക്കാം. തൽക്കാലത്തേക്ക് മനസ്സിലാക്കിക്കൊള്ളുക, വലതുവശത്ത്. അതും ഒന്നും പിടിച്ചു നിന്നു പോകരുത്. തൽക്കാലത്തേക്കാണ്. നമുക്ക് ധ്യാനിക്കാൻ ഒരു സെന്റർ വേണം. അതിനു വേണ്ടിയിട്ട് ഹൃദയം എന്ന് പറയുമ്പോ ഇങ്ങനെ കൈ കാണിച്ചാൽ ഇവിടെ അഹം എന്ന്, ആത്മവിചാരത്തിനൊക്കെ ആ സെന്റർ വളരെ പ്രയോജനപ്പെടും. അതിനെ ഒന്ന് സ്മരിച്ചുകൊണ്ടിരുന്നാൽ അത് ഇറ്റ് വിൽ ആക്ടിവേറ്റ് ദാറ്റ് ഫോഴ്സ്. ഹൃദി, ആ ഹൃദയത്തില് എഴുന്നേറ്റ ഉടനെ, രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റ ഉടനെ നമ്മളുടെ അറ്റൻഷൻ ശരീരത്തുനിന്നും മനസ്സെന്നും ഹൃദയത്തിലേക്ക് ഷിഫ്റ്റ് ആക്കണം എന്നാണ്. അങ്ങടേക്ക് തിരിച്ചുവിട്ട് ഒരു അഭ്യാസം. നേരം വെളിച്ചായി കണ്ണു തുറന്ന ഉടനെ ഹൃദയത്തില് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് എഴുന്നേക്കണം. ഭാഗവതത്തില്
കൃഷ്ണന്റെ ദൈനംദിന വൃത്തി പറയുന്നുണ്ട്. കൃഷ്ണൻ തന്നെ അങ്ങനെ ചെയ്തു എന്നാണ്. ബ്രാഹ്മേ മുഹൂർത്തേ ഉത്ഥായ എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. രാവിലെ എണീറ്റ് കൃഷ്ണൻ ബ്രഹ്മധ്യാനം ചെയ്തു, ആത്മധ്യാനം ചെയ്തു എന്നൊക്കെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് വഴി കാണിച്ചു തരാനാണ്. നല്ല മഠങ്ങളിലൊക്കെ സമ്പ്രദായത്തിൽ തന്നെ ഈ പ്രാതസ്മരണ സ്തോത്രങ്ങൾ എഴുന്നേറ്റോടെ ചൊല്ലുകയൊക്കെ ആചാര്യപുരുഷന്മാർ തന്നെ ചെയ്ത് കാണിക്കും. എന്തിനാന്ന് വെച്ചാൽ അവരെന്തെങ്കിലും 100% ചെയ്താലേ നമ്മളൊരു 5% ചെയ്യുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ്. അപ്പോ പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരത് ആത്മതത്വം സച്ചിത് സുഖം പരമഹംസഗതിം തുരീയം യത് സ്വപ്നജാഗര സുഷുപ്തിം അവൈതി നിത്യം തത് ബ്രഹ്മനിഷ്കലമഹം നച ഭൂതസംഘഃ. ഈ ഒരു ശ്ലോകം തന്നെ കംപ്ലീറ്റ് ആണ്. പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരത് ആത്മതത്വം. രാവിലെ നേരത്തെ എഴുന്നേറ്റ ഉടനെ പറയേണ്ടതായതുകൊണ്ടാണ് പ്രാതസ്മരാമി. കുളിച്ചിട്ട് പല്ല് കഴിച്ചിട്ടല്ല, എഴുന്നേറ്റ ഉടനെ. ഉറങ്ങി എഴുന്നേറ്റ ഉടനെ ശരീരത്തിലേക്ക് എഴുന്നേക്കാതിരിക്കാൻ നോക്കുകയാണ്. പേഴ്സണാലിറ്റി ലെവലിലേക്ക് എഴുന്നേക്കാതിരിക്കാൻ നോക്കുകയാണ്. പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരത് ആത്മതത്വം. അതിൽ ഹൃദി എന്നുള്ള വാക്കാണ് ഞാൻ ഇത്രയും നേരം വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചതാണ്. എനിക്കറിയാം അത് പരാജയമാവും. കാരണം അത് വാക്കുകൊണ്ട് പറയാവുന്ന ഒരു സെന്റർ അല്ലാത്തത് കൊണ്ട് ഏകദേശം നിങ്ങൾക്ക് സൂചന മാത്രം തരാനേ പറ്റുള്ളൂ. ഹൃദി പ്രാതസ്മരാമി, രാവിലെ സ്മരിക്കണം. സ്മരിക്കുന്നു എന്ന് വെച്ചാൽ ധ്യാനിക്കണു എന്നർത്ഥമുണ്ട്. ധ്യാനം പോലുമല്ല, കാരണം ആത്മാവിനെ ധ്യാനിക്കാൻ പറ്റില്ല. മറ്റു വസ്തുക്കളെ ധ്യാനിക്കാൻ പറ്റുള്ളൂ. ധ്യാനിക്കണമെങ്കിൽ ധ്യാനിക്കുന്ന ആളും ധ്യാനിക്കപ്പെടുന്ന വസ്തുവും വേറെ ആയിരിക്കണം. അപ്പോഴേ ധ്യാനം നടക്കുള്ളൂ. ധ്യാനിക്കുന്നവന്റെ തന്നെ സ്വരൂപത്തിനെ ധ്യാനിക്കാൻ പറ്റില്ല. സ്മരിക്കണമെങ്കിലും അന്യമായൊരു വസ്തുവിനെ സ്മരിക്കാൻ പറ്റുള്ളൂ. മറന്നുപോയതിനെ ഓർക്കാൻ പറ്റുള്ളൂ. ആത്മാവിനെ മറക്കാൻ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഓർക്കുക എന്ന് പറയുന്നതും അതിൽ ശരിയാവില്ല. പക്ഷെ നമുക്ക് വേറെ വാക്കുകൾ ഇല്ലാത്തത് കൊണ്ട് അത് പറയാണ്. പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരത് സമ്യക് സ്ഫുരത്. സ്ഫുരത് എന്ന് വെച്ചാൽ ഇപ്പോ ഇലക്ട്രിക് വയർ, കമ്പി ചിലപ്പോഴൊക്കെ മഴ പെയ്തിട്ട് എവിടെയെങ്കിലും കൂട്ടിമുട്ടിയിട്ട് ഇങ്ങനെ സ്പാർക്ക് വരില്ലേ അല്ലേ? അതിന് ആ ഫയർ അതിനകത്തുണ്ട്. അത് കൂട്ടിച്ചേരുമ്പോ മാനിഫെസ്റ്റ് ആവണം അല്ലേ പുറത്തേക്ക്. അത് സ്ഫൂർത്തിയാണ്. ഉണ്ട്, അറിയപ്പെടുന്നു. അതിന് സ്ഫൂർത്തി എന്ന് പേര്. ആകാശത്തില് സൂര്യനുണ്ട്. മേഘങ്ങൾ മറയ്ക്കുമ്പോ മേഘങ്ങൾക്കിടയിലൂടെ സൂര്യകിരണം കാണപ്പെടുന്നുണ്ടല്ലോ, അത് സ്ഫൂർത്തിയാണ്. അവിടെ ഉണ്ട്, കാണപ്പെടുന്നു. മറ നീങ്ങുമ്പോ കാണപ്പെടുന്നു. ആകാശം കാണപ്പെടുന്നു. ആകാശത്തിലാണ് മേഘം ചലിക്കുന്നത്. പക്ഷേ മേഘങ്ങൾക്കിടയിലൂടെ നീലാകാശം കാണപ്പെടുന്ന പോലെ അപ്പൊ ആകാശം സ്ഫുരിക്കുന്നു. 3 ഉദാഹരണമാണ് പറഞ്ഞത്. 1 കമ്പിയിലുള്ള അഗ്നി സ്ഫുരിക്കുന്നു, 2 സൂര്യൻ സ്ഫുരിക്കുന്നു, 3 ആകാശം സ്ഫുരിക്കുന്നു. 3 ഉദാഹരണം 3 പർപ്പസാണ്. 1 കമ്പിയിലുള്ള അഗ്നി, അപ്പൊ അഗ്നി രൂപത്തിലേ ഇല്ല. അതാ ഫ്രിക്ഷൻ വരുമ്പോഴാണ് സ്ഫുരിക്കുന്നത് അല്ലേ? ഫ്രിക്ഷൻ വരുമ്പോ കൂടി ചേരുമ്പോഴാണ് സ്പാർക്ക് വരുന്നത്. അതേപോലെ നിങ്ങളുടെ ഉള്ളില് ഗൂഢമായിട്ടുണ്ട്. സത്സംഗത്തിൽ ഫ്രിക്ഷൻ വരുമ്പോ ആ സ്ഫൂർത്തി നിങ്ങൾക്ക് അറിയപ്പെടും. സൂര്യന്റെ വിഷയത്തിൽ സൂര്യൻ ഒരു സെന്ററിനെ ആശ്രയിച്ചുകൊണ്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മേഘങ്ങൾ പോലും അറിയപ്പെടുന്നത് സൂര്യന്റെ പ്രകാശം കൊണ്ടാണ്. സൂര്യനെ പോസിറ്റീവായിട്ട് ഫോഴ്സ്ഫുള്ളായിട്ട് തന്നെ അറിയിപ്പിക്കാനുള്ള ഒരു പ്രകാശമുണ്ട്.
ആ പ്രകാശം മേഘം മറയ്ക്കുന്ന പോലെ ഒരു പ്രതീതി ഉണ്ടാക്കണു. മേഘം ഇടവിട്ട് തരുമ്പോ ഇടയിൽ കൂടെ ആ വെളിച്ചം കാണപ്പെടുമ്പോ സ്ഫുരിക്കുന്നു എന്ന് പറയും. ഇതുപോലെ നമ്മളുടെ ഉള്ളിൽ ചിത്തവൃത്തികൾ വരുമ്പോ മറയ്ക്കപ്പെടുകയും ചിത്തവൃത്തികൾ ഇടവിട്ട് തരുമ്പോ ആ ചിത്തവൃത്തികൾക്കിടയിലൂടെ ആ ഒരു നിശ്ചല ചിത്ശക്തിയുടെ സ്ഫൂർത്തി അനുഭവപ്പെടുകയും ചെയ്യുമ്പോ അറിയണമെന്ന് പറഞ്ഞു. മൂന്നാമത്തെ ആകാശത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞല്ലോ. അത് ചിത്തവൃത്തികൾ ഉള്ളപ്പോഴും അതുണ്ട്. ചിത്തവൃത്തികൾ തന്നെ അതിലാണ് നിൽക്കുന്നത്, മനസ്സ് തന്നെ അതിലാണ് നിൽക്കുന്നത്, എന്റെ പേഴ്സണാലിറ്റി തന്നെ അതിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അത് ഇടവിട്ട് തരുമ്പോ അറിയപ്പെട്ടാലും ഇടവിടാതിരിക്കുമ്പോഴും അവിടെ അത് തന്നെ ഉണ്ട്. ഈ മൂന്ന് ദൃഷ്ടാന്തം ഇപ്പോ ആദ്യമായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മുമ്പില്. ഈ മൂന്ന് ദൃഷ്ടാന്തം പറഞ്ഞു വരുമ്പോ വരുന്നതാണ്. അപ്പൊ ആത്മാ തന്നെയാണ് ഈ ദൃഷ്ടാന്തം ഉപയോഗിക്കുന്നത്, മനസ്സല്ല. ഹൃദയം തന്നെയാണത്. അപ്പോ ഹൃദയം എന്ന് വെച്ചാൽ ആത്മാ എന്ന് തന്നെ അർത്ഥം, ചിത് എന്ന് തന്നെ അർത്ഥം, ബോധം എന്ന് തന്നെ അർത്ഥം. പ്രാതസ്മരാമി, രാവിലെ എഴുന്നേറ്റ ഉടനെ ഭഗവാനെ ധ്യാനിക്കുകയാണ് ഞാൻ, സ്മരിക്കുന്നു, ധ്യാനിക്കണം. എന്താ ധ്യാനിക്കണ? ഹൃദയത്തിൽ നല്ലവണ്ണം പ്രകാശിക്കുന്ന സംസ്ഫുരത് ആത്മതത്വം, സമ്യക് സ്ഫുരത് ആത്മതത്വം സ്മരാമി. നിത്യസിദ്ധമാണ്, പക്ഷെ ഇത്ര ജന്മമായിട്ടും ഉപയോഗിക്കാതെ കിടന്നു. ഇപ്പൊ ഉപയോഗിക്കുകയാണ്. ഹൃദി സംസ്ഫുരത് ആത്മതത്വം സച്ചിത് സുഖം. അതിന്റെ സ്വരൂപം എന്താണ്? സത്ത് ചിത്ത് സുഖം. സത്താചിത് സുഖരൂപം അസ്തി സതതം. സച്ചിത് സുഖം പരമഹംസഗതിം തുരീയം. അത് പരമഹംസന്മാരുടെ മാർഗമാണ്. ഹംസത്തിനൊരു ഗതി ഉണ്ടെന്നാണ്, ഹംസഗതിയാണ്. പരമഹംസഗതിം തുരീയം. നമ്മൾക്കുള്ള ഗതി തിസ്ര: ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഗതിത്രയമാണ് നമുക്ക്. പരമഹംസന്മാരുടെ ഗതിയാണ്, അഥവാ സ്റ്റേറ്റാണ്, അറിവാണ്, അവരുടെ റൂട്ടാണ് തുരീയത്തിലേക്ക്. തുരീയം എന്ന് പറഞ്ഞത് ചതുർത്ഥം. തുരീയം എന്ന് വെച്ചാൽ നാലാമത്തതെന്നർത്ഥം. ഫോർത്ത് സ്റ്റേറ്റ്. നമുക്ക് ഈ മൂന്ന് സ്റ്റേറ്റേ അറിയുള്ളൂ, അവർക്കൊരു ഫോർത്ത് സ്റ്റേറ്റ്. ആ ഫോർത്ത് സ്റ്റേറ്റ് പുതിയൊരു സ്റ്റേറ്റിലാണ് നമ്മളുടെ ഉള്ളിൽ ഇപ്പോഴുണ്ടത്. നമ്മള് ശ്രദ്ധിക്കാതെ, റെക്കഗ്നൈസ് ചെയ്യാതെ അനുസ്യൂതം കിടക്കണതാണത്. അനുസ്യൂതം അതിന്റെ അനുഭവം ഉള്ളിലുണ്ട്. പരമഹംസഗതിം തുരീയം യത് സ്വപ്ന ജാഗര സുഷുപ്തിം അവൈതി നിത്യം. അവൈതി എന്ന് വെച്ചാൽ അറിയപ്പെടുന്നു, പ്രകാശിപ്പിക്കുന്നു, അനുഭവിക്കുന്നു എന്നൊക്കെ അർത്ഥം. യത് സ്വപ്ന ജാഗര സുഷുപ്തിം അവൈതി നിത്യം. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന മൂന്ന് അവസ്ഥകളെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും തത് ബ്രഹ്മ, അത് തന്നെയാണ് ബ്രഹ്മ. അതിന് എന്താണ് അതിന്റെ ഷേപ്പ്? നിഷ്കലം. അതിന് കയ്യ്, കാല്, തല ഒന്നുമില്ല. നമുക്ക് കയ്യും കാലും തലയും ഒക്കെ ഉണ്ടെന്നാണല്ലോ. ആ സെന്ററിനെ തൊടുമ്പോ കയ്യ്, കാല്, തലയൊന്നും എന്നിലില്ല. വിവേകാനന്ദ സ്വാമിയുടെ അടുത്ത് ഒരാൾ പറഞ്ഞു, നിങ്ങൾ പറയണു ഞാൻ ബ്രഹ്മമാണെന്ന് പറയണു. ഞാൻ ബ്രഹ്മമാണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് തലവേദനിക്കണമെന്ന് ചോദിച്ചു. അപ്പൊ വിവേകാനന്ദ സ്വാമി പറഞ്ഞു, നീ ബ്രഹ്മമാണെന്ന് അറിഞ്ഞാൽ നിനക്ക് തലയേ ഉണ്ടാവില്ല, പിന്നെ എവിടുന്ന് തലവേദനിക്കുക? കയ്യും കാലും തലയും ഒന്നും അതില് ഇല്ല. അപ്രാണോഹി അമനാഹ ശുഭ്രഹ.
അക്ഷരാത് പരതഃ പരഃ. അവിടെ പ്രാണനോ മനസ്സോ ശരീരമോ ഒന്നുമില്ല. ശുദ്ധ പ്രജ്ഞയാണ് അതിന്റെ സ്വരൂപം, ബോധമാണ് അതിന്റെ സ്വരൂപം. അതാണ് നിങ്ങൾ, അതാണ് നിങ്ങളുടെ സെന്ററില് ഞാൻ എന്ന അനുഭവത്തിന്റെ സ്വരൂപത്തില് പ്രകാശിക്കുന്നത്, നിത്യസിദ്ധമായിട്ട് പ്രകാശിക്കുന്നത്. നിത്യം അസ്മത് പ്രസിദ്ധം. വേദം നിങ്ങളെക്കുറിച്ചാണ് പറയണത്. വേദം ഏതെങ്കിലും ഒരു ഈശ്വരനെ ബ്രഹ്മത്തിനെ കുറിച്ചല്ല, നിങ്ങളുടെ സത്തയാണ് വേദം പറയണത്. ആത്മാവിനെ അനാവരണം ചെയ്യാനാണ് വേദം. യ ആത്മദാ ബലദാ. ആത്മദാ, ശ്രുതി ആത്മദാവാണ്, ആത്മാവിനെ പ്രകാശിപ്പിക്കുന്നവളാണ്, ആത്മാനന്ദത്തിനെ കാണിച്ചു തരുന്നവളാണ്. അപ്പോ ഹൃദി സംസ്ഫുരത്, രാവിലെ എണീറ്റ ഉടനെ ഹൃദയത്തില് സ്ഫുരത്, സോളിഡായിട്ട് നോക്കൂ. അതുമാത്രമാണ് ജ്ഞാനത്തിന്റെ ലക്ഷണം. ആളുകൾ പലരും ചോദിക്കുന്നുണ്ട്, അസംഗമായിട്ടിരിക്കുന്നവനല്ലേ ജ്ഞാനി, ഏതിലും ബന്ധപ്പെടാതിരിക്കുന്നവനല്ലേ ജ്ഞാനി, കരയാതിരിക്കുന്നവനല്ലേ, വേദനിക്കാതിരിക്കുന്നവനല്ലേ, വിഷമിക്കാതിരിക്കുന്നവനല്ലേ എന്നൊക്കെ. ഇതൊക്കെ നമ്മൾ ശാസ്ത്രത്തിൽ പലയിടത്തും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ടെക്നിക്കുകൾ ഡെവലപ്പ് ചെയ്ത് നോക്കിയതാണ്. ബുദ്ധനും ഒക്കെ പറഞ്ഞു പല ടെക്നിക്കുകളും. ഒന്നിനും സംഘപ്പെടാതിരിക്കുക, കുടുംബത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ അറ്റാച്ച്മെന്റ് ഇല്ലാതിരിക്കുക, ആരോടും ബന്ധപ്പെടാതിരിക്കുക. നിങ്ങൾ ഇതൊക്കെ ഒന്ന് പ്രാക്ടിക്കലി ചെയ്തു നോക്കൂ. നല്ല ടെക്നിക്കാണെന്ന് തോന്നും. നിങ്ങൾ അവസാനം ശുദ്ധശൂന്യമായിട്ട് പോകും, ബുദ്ധൻ പറഞ്ഞ പോലെ. ഇതൊന്നും സാധ്യമല്ല, ഇതൊന്നും സാധ്യമല്ല. നിങ്ങൾ ജ്ഞാനികളെ നോക്കിയാൽ കാണാൻ ഇതിനൊക്കെ നേരെ വ്യതിരേകമായിരിക്കും അവർ. തിരുവണ്ണാമലയിൽ ഒരു യോഗി ഉണ്ടായിരുന്നു, രാം സുരത് കുമാർ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഡിവോട്ടീസ് ഭക്തന്മാരുടെ അടുത്ത് പുസ്തകമൊക്കെ വായിക്കാൻ പറയും, ഒക്കെ വായിക്കാൻ പറയും. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കും അദ്ദേഹം. എന്നിട്ട് ചിലപ്പോഴൊക്കെ ചിലതൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് ഡിസ്കഷൻ പോലെ ഉണ്ടാവും. അപ്പൊ കുറെ ഭക്തന്മാരെന്തോ പുസ്തകം വായിച്ചു. അതിൽ പറഞ്ഞു യോഗികള് യാതൊന്നിനോടും ബന്ധപ്പെടില്ല, അവർക്ക് സ്തുതി നിന്ദയൊക്കെ ഒരേപോലെയാണ്, പലതും പറഞ്ഞു. അപ്പൊ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ഇതേ ഇങ്ങനെ ഇരിക്കും. അദ്ദേഹം അവസാനം പറഞ്ഞു, all these things are all right, but this beggar, he don't know whether he is a yogi or he is a jnani. He always feels elated when somebody praises him. ആരെങ്കിലുമൊക്കെ സ്തുതിച്ചാൽ വളരെ സന്തോഷം തോന്നുന്നു, ചിലപ്പോൾ നിന്ദിച്ചാൽ ദേഷ്യം വരണു അവരുടെ അടുത്ത്. എനിക്ക് ഞാൻ യോഗിയാണോ ജ്ഞാനിയാണോ എന്നൊന്നും എനിക്കറിയില്ല എന്ന് തോന്നുന്നു. നമുക്കിത് കാണാം, അവരിലും പ്രകൃതി ധർമ്മങ്ങളൊക്കെ കാണാം. പ്രകൃതി ധർമ്മങ്ങളൊക്കെ നമ്മളുടെ ഈശ്വരന്മാരെ തന്നെ നമ്മൾ സ്തോത്രപ്രിയ സ്തുതിമതി അല്ലേ, പ്രകൃതി ധർമ്മങ്ങളൊക്കെ നിങ്ങൾക്ക് അവരിലും കാണാം. അവർക്ക് ടെൻഷൻ ഇല്ല, ഡിപ്രഷൻ ഇല്ല എന്നൊക്കെ അവരിലും ടെൻഷനൊക്കെ നിങ്ങൾ കാണും. പ്രകൃതിയെ അന്യഥാ ചെയ്യാനുള്ള ഒരുപാട് പുസ്തകങ്ങളും ടെക്നിക്കുകളും ഒക്കെ ഉണ്ട്. ഒക്കെ നോക്കിക്കൊള്ളൂ, ടെമ്പററി മാത്രമാണ്. നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതാക്കാൻ ഒരു കോഴ്സ്, ആ കോഴ്സ് നടത്തി കഴിയുമ്പോഴേക്കും ആ ടീച്ചർക്ക് ഭയങ്കര ടെൻഷൻ. എന്താന്ന് വെച്ചാൽ അയാൾ വിചാരിച്ച പോലെ ആളുകൾ വന്നില്ല, പൈസ ഉണ്ടായില്ല. പ്രകൃതേർ അന്യഥാഭാവോന കഥഞ്ചിത് ഭവിഷ്യത്തി. പ്രകൃതി നിങ്ങളുടെ മനോമണ്ഡലത്തിൽ, ബുദ്ധിയുടെ മണ്ഡലത്തിൽ ഒരു കാലത്ത് ഒരു വികാരത്തിന്റെ സ്റ്റോം കൊണ്ടുവരുമ്പോ അത് വരേ വരുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്താലും വരും. പിന്നെ എവിടെയാ ഫ്രീഡം? അതാണ് പറയണത്. രാമകൃഷ്ണ പരമഹംസർ പറയണ പോലെ വൈദ്യന്റെ കൂടെ ഇരുന്ന് വൈദ്യം പഠിക്കണം എന്നാണ്. അല്ലാതെ വൈദ്യ പുസ്തകം പഠിച്ചിട്ടൊന്നും നിങ്ങൾക്ക് വൈദ്യം മനസ്സിലാവില്ല. നാടി പിടിക്കണമെങ്കിൽ വൈദ്യന്റെ കൂടെ പോയിട്ട് തന്നെ പഠിക്കണം. അതിന്റെ ബേസിക് സ്ട്രക്ചർ അറിയാൻ നിങ്ങൾ പുസ്തകമൊക്കെ പഠിച്ചോളൂ, കുഴപ്പമില്ല. സാധാരണ അയാൾ എങ്ങനെ ഇരിക്കണോ അങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ തന്നെ അയാൾ അസാധാരണനാണ്. ഭഗവാൻ ഉള്ളത് 40 സദർശനത്തിൽ മഹർഷിയുടെ ഒരു ശ്ലോകത്തില് തസ്യസ്ഥിതിം ഭാവയിത്തും ക്ഷമഃ കഃ, അവന്റെ സ്ഥിതി എങ്ങനെ ഭാവന ചെയ്യാൻ പറ്റുമെന്ന്.
എന്നുവെച്ചാൽ പ്രകൃതിയിലെല്ലാം ഉള്ളപ്പോഴും പ്രകൃതിയുടെ ഹൃദയസ്ഥാനനായ ഈശ്വരൻ എങ്ങനെ അസംഗനായിട്ടിരിക്കണോ, ഒന്നും അയാളിൽ പറ്റിക്കൂടാതിരിക്കണോ, അതുപോലെ പ്രകൃതി ധർമ്മങ്ങളുടെ സെന്ററില് ആ ബോധം, അതിനെ അറിഞ്ഞ് അതാണ് തന്റെ സ്വരൂപമെന്ന് പ്രകാശിക്കൽ മാത്രമാണ് ജ്ഞാനിയുടെ സ്വാതന്ത്ര്യം. അയാൾക്ക് സദാ പരമാത്മാ സമാഹിത, അയാൾക്ക് ഉള്ളില് ആ ബ്രഹ്മാനുഭവമുണ്ട്. ആ സെന്റർ അയാൾക്ക് എപ്പോഴും അപരോക്ഷമാണ്, അത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കണു. അതാണ് നിജധാമം, ആ ധാമമാണ് തന്റെ സ്വരൂപമെന്ന് അയാൾക്ക് അറിയാം, അതാണ് താനെന്ന് അറിയാം. അതിന്റെ അനുഭവമുണ്ട്. ആ അനുഭവം മാത്രമാണ് അയാളുടെ സ്വാതന്ത്ര്യമെന്നല്ലാതെ പ്രകൃതിയിലുള്ള ചേഞ്ചസ് ഒന്നുമല്ല. രാമായണത്തിലെ രാമൻ പലപ്പോഴും കുരങ്ങന്മാരെക്കാളും മോശമായിട്ട് നടക്കുന്നുണ്ട്. കിഷ്കിന്ധാകാണ്ഡത്തില് സുഗ്രീവൻ പറയണു, ഞാനൊരു വാനരൻ, ഞാൻ പോലും എന്റെ ഭാര്യയെ പിരിഞ്ഞിട്ട് അത്ര കണ്ട് കരയണില്ല. ഈ രാമൻ എന്ത് നെല്ലുവിളിയോ കൂട്ടണമെന്നാണ്, ഉറക്കെ കരയ. നമ്മൾ രാമനെ വെച്ചുകൊണ്ട് അസംഗം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ? ഗീതയില് രാമൻ പറയണ, അയ്യോ പോയല്ലോ, സീത പിരിഞ്ഞു പോയി. ആ കിഷ്കിന്ധാകാണ്ഡത്തില് രാമൻ കരഞ്ഞതിനെ ചമ്പൂകാരൻ പറയണത് അമ്മയ്ക്ക് ജനിച്ചവർക്കൊന്നും വായുകൊണ്ട് പറയാൻ പറ്റില്ല എന്നാണ്. വാൽമീകി പറഞ്ഞില്ലേന്ന് വെച്ചാൽ അമ്മയ്ക്ക് ജനിക്കാതെ ഉറുമ്പ് പുറ്റന്റെ ഉള്ളിൽ നിന്ന് ജനിച്ചതാണെന്നാണ്. വാൽമീക ജന്മ മുനിരേവ കഠോരചേത. സുഗ്രീവൻ പറയണു, ഞാനൊരു വാനരൻ, ഞാൻ തന്നെ ശോകത്തിന് അടിമപ്പെടാതിരിക്കുന്നു, ഈ രാമനെ ഒന്ന് സമാധാനിപ്പിക്കണം എന്ന് പറഞ്ഞ് സുഗ്രീവൻ ഉപദേശിക്കാൻ പോകുന്നുണ്ട്. വാൽമീകി രാമായണത്തിൽ സുഗ്രീവൻ രാമനെ ഉപദേശിക്കാൻ പോവുകയും അപ്പോ ഈ കരച്ചിലൊക്കെ കഴിഞ്ഞ് ഈ എന്താണ് നൂപുരം ഘടകം ഒക്കെ കാണിച്ചു കൊടുത്തു സീതയുടെ. അതൊക്കെ കണ്ട് നിലവിളിയൊക്കെ കൂട്ടി കരഞ്ഞു. ലക്ഷ്മണൻ കാണിച്ചു കൊടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് സുഗ്രീവൻ ഉപദേശിക്കാൻ പോകുമ്പോ ഇടതുകാൽ ചുവട്ടിലും വലതുകാൽ അതിന് മുകളിൽ കയറ്റി വെച്ച ഒരു കല്ലിന്റെ മുകളിൽ പ്രസന്നമുദധിം യഥാ എന്നിട്ട് വാൽമീകി പറയാണ്, ആഴമുള്ളയിടത്ത് കടൽ എങ്ങനെ അലയില്ലാതിരിക്കുമോ അതുപോലെ ഇരിക്കുന്ന രാമനെ കണ്ടു എന്നാണ്. സുഗ്രീവൻ അപ്പോ അവിടെ പോയിട്ട് ശാന്തമായി അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നു. അപ്പൊ മറ്റേതിനെയൊക്കെ നമ്മൾ എന്ത് പറയും? ഡ്രാമ ആണെന്ന് പറയും അല്ലേ? ഈ കരഞ്ഞ അത് ഡ്രാമ ആണെന്നും പറയാൻ പറ്റില്ല. അത് സർഫസിൽ അതുണ്ട്. പക്ഷേ ഡെപ്തില് വേറെ എന്തോ ഒരു സെന്റർ അവരിൽ തുറന്നിരിക്കണമെന്ന് പറയണം. അവർ കരയുമ്പോഴും കരയണില്ല, ചിരിക്കുമ്പോഴും ചിരിക്കണില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ആത്മാവിനെ അറിഞ്ഞവന് ഒരു വ്യത്യാസവുമില്ല. ആത്മാവിനെ അറിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അവന്റെ വൈലക്ഷണ്യം. അല്ലാതെ സർഫസിൽ നിങ്ങളുടെ ടെക്നിക്ക് മെത്തേഡ് കൊണ്ടൊക്കെ നിങ്ങൾ എത്രയൊക്കെ നിങ്ങളെ റീഫൈൻ ചെയ്തോളൂ, നിങ്ങളെ സംസ്കരിച്ചോളൂ. സാധാരണ ആളുകളെക്കാളും നിങ്ങൾ എത്ര തന്നെ ഉയർന്ന സംസ്കാരമുള്ളവനായി തീർന്നാലും ശരി, ഒരു ആത്മജ്ഞാനിയുടെ അനുഭവമണ്ഡലത്തിന്റെ അടുത്തൊന്നും പോവാനേ സാധ്യമല്ല. ഭഗവാന്റെ അടുത്ത് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഒരു സാവേജ് എന്നുവെച്ചാൽ ഒരു സംസ്കാരഹീനൻ രമണ മഹർഷിയോട് ചോദിക്കണം, ഒരു സംസ്കാരഹീനനായ ജ്ഞാനിയാണോ നല്ലത്, അല്ല നല്ല സംസ്കാരമുള്ള ആളാണോ ജ്ഞാനം കിട്ടുമ്പോ പ്രയോജനപ്പെടുക? ഭഗവാൻ പറഞ്ഞു, ഈ സംസ്കാരത്തിനും സംസ്കാരഹീനത്വത്തിനും ജ്ഞാനത്തിനും ഒരു സംബന്ധമല്ല. സംസ്കാരഹീനനായ ജ്ഞാനിയും സംസ്കാരമുള്ള ജ്ഞാനിയും ഒക്കെ ഒരേപോലെ പ്രയോജനമാണ്. സ്വർണം കൊണ്ട് നിങ്ങൾ രാവണനെ ഉണ്ടാക്കിയാലും ശരി, രാമനെ ഉണ്ടാക്കിയാലും ശരി, ആ കിലോ സ്വർണത്തിന്റെ വില എത്രയുണ്ടോ അത് അതേപോലെ ഉണ്ട്. അതുപോലെ ജ്ഞാനിയുടെ സാന്നിധ്യത്തിന് എന്ത് ചെയ്യാൻ കഴിയുമോ അതിനും അയാളുടെ സംസ്കാരം എന്നൊക്കെ പറയുന്നതൊക്കെ സർഫസാണ്. ആ സർഫസിനും സംബന്ധമേ ഇല്ല. ഈ ടോപ്പിക്ക് വളരെ വളരെ പ്രൊഫൗണ്ടാണ്, വിചിത്രമാണ്.
അയാളുടെ ജ്ഞാനിയുടെ അനുഭവം. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത്, അയാൾ ഉറങ്ങിയിരിക്കുന്ന സമയത്ത് മറ്റുള്ളവരൊക്കെ ഉണർന്നിരിക്കണു, അയാൾ ഉണർന്നിരിക്കുന്ന സ്ഥലത്ത് ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങണമെന്നാണ്. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗ്രതി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേഹ. അയാളുടെ ഉണർവ് എവിടെയാണ്? അയാളുടെ ഉണർവ് മനസ്സിലോ ശരീരത്തിലോ ഭൗതികത്തിലോ സൈക്കിക് പ്ലെയിനിലോ ഫിസിക്കൽ പ്ലെയിനിലോ അല്ല. ഈസ് അവേക്ക് ഇൻ പ്യുവർ അവയർനെസ്, കോൺഷ്യസ്നസ്. അവൻ ചൈതന്യത്തിൽ ഉണർന്നിരിക്കുന്നവനാണ്, ബോധത്തിൽ ഉണർന്നിരിക്കുന്നവനാണ്. രാവും പകലും സദാ താൻ ബ്രഹ്മമാണെന്നറിയുന്നവനാണ്. അഹോരാത്രാണി വിദധത് വിശ്വസ്യ മിഷതോ വശീ. രാവും പകലും ആർദ്രം ജ്വലതി ജ്യോതിരഹമസ്മി. ഹൃദയത്തില് ഒരു അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കണം, ഒരു ജ്യോതി ജ്വലിച്ചുകൊണ്ടിരിക്കണം. അതാണ് സംസ്ഫുരത്. ആർദ്രം ജ്വലതി, ആ സ്ഫുരത്. ഹൃദി സംസ്ഫുരത് ആത്മതത്വം സച്ചിത് സുഖം പരമഹംസഗതിം തുരീയം യത് സ്വപ്ന ജാഗര സുഷുപ്തിം അവൈതി നിത്യം തദ് ബ്രഹ്മ നിഷ്കലം അഹം നച ഭൂതസംഗ. ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ ശ്ലോകം തന്നെ അനാവരണം ചെയ്താൽ നിങ്ങൾക്ക് ഈ ശ്ലോകം ബൈഹാർട്ടാവും. അറിയണവർക്ക് അതിന്റെ അർത്ഥവ്യാപ്തിയും ഉണ്ടാവും. മനനവും നിധിധ്യാസനം ചെയ്യാൻ ഉപകാരപ്പെടും. രാവിലെ എഴുന്നേറ്റ ഉടനെ ഈ ശ്ലോകമോ അല്ലെങ്കിൽ അതിന്റെ അന്തഃസത്തയോ നമ്മളുടെ ഉള്ളില് പ്രകാശിക്കണം. അനുസ്യൂതം അതുണ്ടാവണം. നമ്മള് സ്ത്രീയോ പുരുഷനോ മനുഷ്യനോ മൃഗമോ ഉപാധി സംബന്ധമായ ഒന്നുമോ അല്ലാതെ അഖണ്ഡാകാരമായിരിക്കുന്നവരെ ആ നിധിധ്യാസനം ഉള്ളിലുണ്ടാവണം. അപ്പോ നമുക്ക് മൃത്യുവില്ല. അമൃതസ്വരൂപികളായിട്ട് തീരും. നമ്മൾ അമൃത അനുഭവസ്വരൂപികളായിട്ട് തീരും. ആ അനുഭവം നമുക്ക് വളരെ ജാഗ്രതയായിട്ട് ഉള്ളിലുണ്ടാവണം. ആ അനുഭവം ഇല്ലെങ്കിൽ ശോകം, മൃത്യു നമ്മളുടെ മുമ്പില് നിൽക്കണ്ട. ഇന്നലെ 2 കുട്ടികള് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, വളരെ ബ്യൂട്ടിഫുൾ. അതിലൊരു കുട്ടി, ചെറിയ കുട്ടി, 4 വയസ്സ് കുട്ടികള്, 4-4.5 വയസ്സ് 2 കുട്ടികൾ. ഒരു കുട്ടി മറ്റേ കുട്ടിയോട് പറഞ്ഞു, നമുക്ക് രാമായണം വീഡിയോ കാണാമെന്ന്. അപ്പൊ മറ്റേ കുട്ടിക്ക് എങ്ങനെ ആ ഒരു സ്വഭാവം, സംസ്കാരം, അങ്ങനെ ഒരു റിയാക്ഷൻ വന്നു എന്ന് പറയാൻ വയ്യ. മറ്റേ കുട്ടി പറഞ്ഞു, എനിക്ക് ഞാൻ മുത്തശ്ശിയൊന്നും ആയിട്ടില്ല, രാമായണം കാണാമെന്നു. അപ്പോ കുട്ടി പറഞ്ഞു, അയ്യോ നമുക്ക് ഭക്തി ജ്ഞാനമൊക്കെ വേണ്ടേ, രാമായണം കണ്ടാലേ വരുള്ളൂ എന്ന്. അപ്പൊ മറ്റേ കുട്ടി പറഞ്ഞു, ഭക്തിയൊന്നും വേണ്ട. അപ്പോഴും ആ കുട്ടി ബലമായിട്ട്. അപ്പൊ അവസാനം ഈ കുട്ടി പറയണം, ഭക്തി ഇല്ലെങ്കിൽ നീ മരിച്ചു പോവും എന്ന് പറഞ്ഞു. കുട്ടി പേടിച്ചുപോയി. ഇതുപോലെയാണ് നമ്മളുടെ മുമ്പിലും, ഭക്തി ഇല്ലെങ്കിൽ നീ മരിച്ചു പോകുന്നത്. ആ കുട്ടിയുടെ മുമ്പിൽ അപ്പോ മരിക്കാതിരിക്കാൻ പറ്റുന്ന ഒരു ആശയം മുമ്പില് മരിച്ചു പോകുന്നുള്ള റിയാലിറ്റി. ഇത്രയേ വേണ്ടൂ നമുക്ക്. സ്പിരിച്വാലിറ്റി സിംപ്ലി ദിസ്, ദാറ്റ് ഓൺ വൺ ഡയറക്ഷൻ യു സീ ഡെത്ത്, and on another dimension you find the intimation of immortality, deathlessness. ഇത് രണ്ടും കൂടെ കണ്ടാലേ ഫോഴ്സ് ഉണ്ടാവുള്ളൂ നമുക്ക് അങ്ങടേക്ക് പോവാൻ. അല്ലെങ്കിൽ നമ്മള് ഒരു മീഡിയോക്രിറ്റി നമ്മളെ പിടിക്കും. സാരമില്ല, ഇങ്ങനെ പോയാൽ മതി. അപ്പോ മരണത്തിനെ മുമ്പിൽ കണ്ടാൽ മരണമില്ലായ്മ, അമൃതത്വം, അതിനെ നമ്മൾ സമാശ്രയിക്കും. അതുകൊണ്ട് ഇപ്പൊ എന്താ നഷ്ടം? കാശ് നഷ്ടമില്ല. നിങ്ങൾക്ക് പൈസ നഷ്ടമാണല്ലോ പേടി. ഇപ്പൊ ആത്മധ്യാനം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സുഖം ഉണ്ടാവാൻ പോകുള്ളൂ. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. എന്തെങ്കിലും ചിന്തിക്കണം. ഞാൻ പണക്കാരനാണ്,
ഞാൻ സാധുവാണ്, ഞാൻ ദരിദ്രനാണ്, എനിക്ക് വ്യാധിയുണ്ട്, എന്തൊക്കെയോ ചിന്തിക്കണം. അതിന് പകരം ആ സ്ഥലത്ത് ഞാൻ ആത്മാവാണെന്ന് അനുഭവിച്ചത് കൊണ്ട് ഇപ്പൊ എന്ത് കുഴപ്പമാണ് നിങ്ങൾക്ക് വരാൻ പോണം? ആദ്യം ഒന്ന് ചിന്തിക്കൂ. ഞാൻ ദരിദ്രനോ ധനവാനോ സ്ത്രീയോ പുരുഷനോ വ്യാധിസ്ഥനോ വൃദ്ധനോ യുവാവോ ഒന്നുമല്ല, ഞാൻ ആത്മാവാണ്, പൂർണ്ണ വസ്തുവാണ്, നിത്യശുദ്ധമായ വസ്തു. ആദ്യം അങ്ങോട്ട് ബലമായിട്ട് അതങ്ങോട്ട് ധ്യാനിക്കാം. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോളൂ ഉള്ളില്. മനസ്സിലായിട്ടില്ലെങ്കിൽ, ഇപ്പൊ പറഞ്ഞതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ ധ്യാനം. ഞാൻ ആത്മാവാണ്, നിത്യശുദ്ധ നിർമ്മലമായ വസ്തുവാണ്, എനിക്ക് ജനനമില്ല, എനിക്ക് മരണമില്ല. എന്തിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾക്കൊരു നഷ്ടമില്ല, നിങ്ങൾക്ക് സുഖം ഉണ്ടാവുള്ളൂ, ആനന്ദം ഉണ്ടാവുള്ളൂ. എനിക്ക് ജനനമില്ല, എനിക്ക് മരണമില്ല, എനിക്ക് പരിണാമമില്ല, എനിക്ക് യാതൊരു വ്യാധിയില്ല. ശരീരത്തിന് വ്യാധിയൊക്കെ വിഷമിപ്പിക്കുമ്പോഴും ബലമായിട്ട് ഉള്ളിൽ പറയാ എനിക്ക് വ്യാധിയൊന്നുമില്ല. മനസ്സ് ചഞ്ചലമാവുമ്പോഴും ഉള്ളിൽ പറയാ എനിക്ക് മനസ്സില്ല, ഒരു വിചാരവുമില്ല, ഒന്നും എന്നെ ബാധിക്കില്ല, ഞാൻ പൂർണ്ണ വസ്തുവാണ്. ക്ഷീണം തോന്നുമ്പോഴും പറയാ വീര്യമാണ് എന്റെ സ്വരൂപം, ഊർജമാണ് എന്റെ സ്വരൂപം, ശക്തിയാണ് എന്റെ സ്വരൂപം, ശാന്തിയാണ്, നിർമ്മലതയാണ്, പരിശുദ്ധിയാണ്, അഖണ്ഡമാണ്. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ധ്യാനിക്കാം. എന്താപ്പം നഷ്ടം വരാൻ വേണം? സുഖമേ ഉണ്ടാവുള്ളൂ, ആനന്ദമേ ഉണ്ടാവും. ആ ആനന്ദത്തിന്റെ സ്വരൂപത്തിനെ ധ്യാനിക്കൽ, ആ ധ്യാനമാണ് പ്രാതഃ, രാവിലെ എഴുന്നേറ്റ ഉടനെ ചെയ്തു തുടങ്ങണമെന്നാണ്. നാളെ രാവിലെ വീണ്ടും ധ്യാനിക്കാം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.